ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനുള്ളത് ഓറ ഫ്ലോറയിലാണ്. കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഓൺലൈൻ വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്കവാറും എല്ലാ പ്രോഡക്റ്റുകളും ഈ ഒരു ഷോപ്പിലുണ്ട് കേട്ടോ. സെറ്റാഫിൽ, സെബാമെഡ്, അക്വോലോജിക്ക, മിനിമലിസ്റ്റ്, ഫോക്സ്റ്റെയിൽ പോലെയുള്ള നല്ല നല്ല ബ്രാൻഡുകളുടെ മോയ്സ്ചറൈസേഴ്സ്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ലിപ്സ്റ്റിക്, ബ്ലഷസ്, മസ്കാര, ഫൗണ്ടേഷൻ, ഐ ഷാഡോസ് പോലെയുള്ള ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫേസ് സ്ക്രബ്, ഫേസ് മാസ്ക്, ഫേസ് ഷീറ്റ് മാസ്ക്, ഡീറ്റ് ആൻഡ് ഫേസ് പാക്കുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വേറെ പറയുകയാണെങ്കിൽ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഹെയർ ഡിഫൈനിങ് ക്രീംസ്, ഹെയർ ഡിഫൈനിങ് ജെൽസ്, ലോറിയൽ പാരീസ് പോലെയുള്ള നല്ല കമ്പനീസിൻ്റെ ഷാംപൂസ്, കണ്ടീഷണർ, ഹെയർ മാസ്ക്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ കിട്ടും. ഞാൻ ഇന്ന് വാങ്ങിയത് ഈ ഒരു ഫേസ് റോളറാണ്. ഇതിൻ്റെ കൂടെ ഒരു ഫേസ് മസാജറും കിട്ടിയിട്ടുണ്ട്. ഇതവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാനിത് വാങ്ങാതെ എങ്ങനെ വരും, കുറേ നാൾ കൊണ്ട് ഇത് വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും നടന്നത്. കാര്യം ഞാൻ ഓൺലൈനിലായിരുന്നു നേരത്തെ കണ്ടിട്ടുള്ളത്. ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഓഫ്ലൈനായിട്ട് കാണുന്നത്. എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടിലും നന്നായിരിക്കും നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങുന്നത്. കാര്യം ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ടെസ്റ്റർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ എനിക്ക് മറ്റേ റോളറിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫേസ് മസാജറാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളെന്തെങ്കിലും ഓയിലോ മോയ്സ്ചറൈസറോ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഇത് വെച്ചിട്ട് ശരിക്കും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ നമ്മൾ എന്താണോ അപ്ലൈ ചെയ്യുന്നത് അത് നന്നായിട്ട് ഫേസിലേക്ക് പെനട്രേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ഞാൻ നേരത്തെ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ വോയിസ് കൊടുത്തിരുന്നു. പിന്നെ കേട്ട് നോക്കിയപ്പോൾ ചെറുതായിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ട് കുറച്ച് സൗണ്ട് ഉണ്ടായിരുന്നു. പുറത്ത് കുറച്ച് വർക്ക് നടക്കുന്നതിൻ്റെ ഒരു സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ഞാൻ മറ്റ് വീഡിയോസ് എഡിറ്റ് ചെയ്തപ്പോൾ വോയിസ് ഓവർ കൊടുത്തത്. ഇതാണ് എൻ്റെ മോയ്സ്ചറൈസർ. ഇതിൻ്റെ റിവ്യൂ ഞാൻ നേരത്തെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പോയൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബൈ ബൈ.